സംസ്ഥാനത്തെ ഈ മോട്ടോർ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയാണ് സാർ പുകപരിശോധനാ സെൻ്ററുകൾ. 3000-നടുത്ത് സെൻ്ററുകളിലായി 7000-ലധികം കുടുംബങ്ങൾ ഈ മേഖലയെ ആശ്രയിച്ച് കഴിയുന്നുണ്ട്. വളരെ സാധാരണക്കാരും ഇടത്തരം സാമ്പത്തിക പശ്ചാത്തലമുള്ളവരുമാണ് സാർ ഇവർ. പുകപരിശോധനാ കേന്ദ്രങ്ങളും തൊഴിലാളികളും വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് പുകപരിശോധനാ കേന്ദ്രങ്ങൾ സംരക്ഷിക്കുന്നത് സംബന്ധിച്ചാണ് സാർ ഈ സബ്മിഷൻ. സാർ, കേരളത്തിലാണ് പുകപരിശോധനാ കേന്ദ്രങ്ങൾ കാര്യക്ഷമമായും സുതാര്യമായും പ്രവർത്തിക്കുന്നത്. സാർ, ഇന്ന് ഈ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന സ്ഥിതിയിലാണ്. മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ അനാവശ്യ ഇടപെടൽ ഇതിനുണ്ട് സാർ. കാലിബ്രേഷൻ സംബന്ധിച്ച് 25/2/2022 ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ നടപ്പിലാക്കുന്നതിൽ കീഴുദ്യോഗസ്ഥർ മനഃപൂർവ്വം വീഴ്ച വരുത്തുന്നു. കാലിബ്രേഷൻ നടത്തി സർട്ടിഫിക്കറ്റ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ 48 മണിക്കൂറിനകം തീരുമാനമെടുക്കണമെന്നാണ് വ്യവസ്ഥ. അല്ലാത്തപക്ഷം സ്വാഭാവിക അംഗീകാരം ലഭിച്ചതായി കണക്കാക്കും. ഇതാണ് വ്യവസ്ഥ. സാർ, ഈ വ്യവസ്ഥ പാലിക്കാതെ വെച്ച് താമസിപ്പിച്ച് അതിൻ്റെ മറവിൽ സെൻ്ററുകൾ ആഴ്ചകളോളം അടച്ചുപൂട്ടിക്കുന്ന അവസ്ഥയാണിപ്പോൾ. സാർ, അനഭിലഷണീയ താല്പര്യങ്ങളാണ് ഇങ്ങനെ താമസിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യമെന്നാണ് ആക്ഷേപം. സാർ, വായ്പയെടുത്തും കടം വാങ്ങിയും ലക്ഷങ്ങൾ മുടക്കി സെൻ്ററുകൾ നടത്തുന്നവരോടുള്ള ക്രൂരതയാണ് സാർ. അങ്ങ് ഇക്കാര്യത്തിൽ ഇടപെടണം. സാർ, ഹൈക്കോടതിയിൽ വരുന്ന കേസുകളിൽ ചില സ്ഥിരം വ്യവഹാരികളുണ്ട്. അവർക്ക് അനുകൂലമായി വിധി വരികയാണ് സാർ. ഇത് ഗൗരവത്തോടു കൂടി അങ്ങ് പരിശോധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാർ, ഇതിൻ്റെ പിന്നിലും MVD ഉദ്യോഗസ്ഥരുടെ താല്പര്യങ്ങളുണ്ടെന്നാണ് സംസാരം. സാർ, 100 രൂപ ഫീസ് ഉണ്ടായിരുന്നത് 80 വെട്ടി കുറയ്ക്കുന്ന ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് സാർ ഈ പരിശോധനയ്ക്കായി പോകുന്നത്. സാർ, അത് പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം സാർ. സാർ, മറ്റൊരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഓട്ടോമൊബൈൽ സെയിൽസ് ആൻഡ് സർവീസ് മേഖലയിലെ തൊഴിലാളികൾക്ക് മൈനർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെയും ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ മിനിമം വേതനവും അടിസ്ഥാനമാക്കിയാണ് നാളിതുവരെയായി വേതനം ലഭിച്ചുകൊണ്ടിരുന്നത്. സാർ, ഇതിൻ്റെ തുടർച്ചയായി 2009 പ്രഖ്യാപിച്ച മിനിമം കൂലി 2019 പരിഷ്കരിച്ച് ഉത്തരവാക്കുകയുണ്ടായി. ഇതിനെതിരെ കേരള ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ മൈനർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെയും ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ തൊഴിലാളികളുടെ മിനിമം വേതനം ഓട്ടോമൊബൈൽ മേഖലയ്ക്ക് ബാധകമാക്കാൻ പാടില്ലെന്നും ഓട്ടോമൊബൈൽ മേഖലയ്ക്ക് മാത്രമായി പ്രത്യേക മിനിമം വേതനം നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ച 2019 മിനിമം കൂലി ബാധകമല്ലെന്നും അവർക്ക് പ്രത്യേകമായി മിനിമം വേതനം പ്രഖ്യാപിക്കണമെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് സാർ. ഇതിനെ തുടർന്ന് ഈ മേഖലയിൽ നാമമാത്ര വേതനത്തിന് പണിയെടുക്കുന്ന 2 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് മിനിമം കൂലി നിലവിലില്ലാത്ത സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് സാർ. ആയതിനാൽ ഓട്ടോമൊബൈൽ സൈറ്റ്സ് ആൻഡ് സർവീസ് മേഖലയ്ക്ക് മാത്രമായി മിനിമം കൂലി നിജപ്പെടുത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണം സാർ. ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രിയും അങ്ങും കൂടെ ചേരുന്നതായിട്ടുള്ള ഒരു സമ്മേളനം തൊഴിലാളി പ്രതിനിധികളെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചേർന്ന് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ. സാർ, കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ 115(2) പ്രകാരം BS4 പെട്രോൾ, CNG 4 ചക്ര വാഹനങ്ങൾ, എല്ലാത്തരം പെട്രോൾ, CNG ഇരുചക്ര വാഹനങ്ങൾ പുകപരിശോധന നടത്തുമ്പോൾ ലാംഡ ടെസ്റ്റ് നടത്തണമെന്ന് നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഇതനുസരിച്ച് കേരളത്തിൽ പുകപരിശോധനാ കേന്ദ്രങ്ങളുടെ ഉടമകൾ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേന്ദ്ര നിയമപ്രകാരം ടെസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല എന്നറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്. ചില ആളുകൾ കോടതിയിൽ പോവുക, അവരത് മിടുക്കന്മാരാവാൻ ശ്രമിക്കുകയാണ്. അപ്പം ബഹുമാനപ്പെട്ട കോടതി തന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 28/5/2025 B2/146/2024 ട്രാൻസ്പോർട്ട് നമ്പർ 10 പ്രകാരം ലാംഡ ടെസ്റ്റ് നടപ്പിലാക്കിയ ശേഷം മാത്രം ഫീസ് വർധന നടപ്പിലാക്കിയാൽ മതിയെന്ന സർക്കാർ ട്രാൻസ്പോർട്ട് കമ്മീഷർക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ടെസ്റ്റ് എല്ലാവർക്കും നടത്താനുള്ള സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് അത് നടത്തുന്ന മുറയ്ക്ക് ചാർജ് വർദ്ധിപ്പിക്കാമെന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം കൂടി വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പറഞ്ഞത്. ബഹുമാനപ്പെട്ട MLA ഈ വിഷയം ഉന്നയിച്ച് ഗൗരവം ഉൾക്കൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ പുനഃപരിശോധനകളും നടത്തുന്നതായിരിക്കും. അതുപോലെ ഓട്ടോമൊബൈൽ മേഖലയിലെ ജീവനക്കാരുടെ മിനിമം വേതനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. മൈനർ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള വ്യവസായ മേഖലയിൽ നിന്ന് വേർപ്പെടുത്തി 1948 മിനിമം വേതന നിയമത്തിൻ്റെ പട്ടികയിൽ ഈ പ്രത്യേക ഷെഡ്യൂൾ എംപ്ലോയ്മെൻറ്റായി ഉൾപ്പെടുത്തണമോ എന്ന വിഷയം തൊഴിലും നൈപുണ്യം വകുപ്പുമായിട്ട് ഇപ്പോൾ പരിശോധിച്ച് വരുന്നുണ്ട്. ഓൾറെഡി ഒരു ഫയലുണ്ട്, അവിടെ പരിശോധനയിലാണ്. ബഹുമാനപ്പെട്ട MLA ആവശ്യപ്പെട്ട പ്രകാരം ബഹുമാനപ്പെട്ട തൊഴിൽ നൈപുണ്യം വകുപ്പ് മന്ത്രിയുമായി ഇക്കാര്യത്തിൽ ഒരു ചർച്ച നമുക്ക് നടത്താവുന്നതാണ്. ഇത് ഫയലുണ്ട്, പക്ഷേ അതിൻ്റെ തീരുമാനം വന്നിട്ടില്ല. അത് ഒരു കൂട്ടായ ചർച്ച ചെയ്യാവുന്നതാണ്. ശ്രീമതി KK രമ.